വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, അതും തൊലിയൊക്കെ കളഞ്ഞ് ചുരണ്ടിയെടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ കാന്താരി മുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. കാന്താരി മുളകിന് പകരം പച്ചമുളക് ചേർത്താലും മതി, എങ്കിലും ടേസ്റ്റ് കൂടുതൽ കാന്താരി മുളക് അരയ്ക്കുന്നതാണ്. ഇനി ഞാൻ ഉപ്പിലിട്ട നെല്ലിക്ക വെച്ചുള്ള ചമ്മന്തിയാണേ. നെല്ലിക്കായൊക്കെ ഇവിടെ കുറച്ച് ദിവസം മുന്നേ ഉപ്പിലിട്ട് വെച്ചതാണ്. അതിനകത്ത് കാന്താരി മുളകൊക്കെ ഇട്ട് ഉപ്പിലിട്ട് വെച്ചതാണ്. നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിരിപ്പുണ്ട് നെല്ലിക്കയിൽ. അപ്പോൾ ഞാൻ പുളി കുറവായതുകൊണ്ടാണ് 2 എണ്ണം എടുക്കുന്നത്. 2 നെല്ലിക്ക എടുത്തു. അപ്പം നമ്മൾ ഈ നെല്ലിക്കയൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ട് നമ്മൾ നനഞ്ഞ സ്പൂണോ തവിയോ ഒന്നും കൊണ്ടുവന്ന് അതിലിടരുത്. അത് വേഗം അങ്ങ് പൂത്തു പോകും. അപ്പോൾ ഉണങ്ങിയ സ്പൂണോ തവിയോ ഒക്കെ കൊണ്ടിടാവുള്ളൂ കേട്ടോ. അതുപോലെ എയർ ടൈറ്റായിട്ട് നന്നായിട്ട് അടച്ചും വയ്ക്കണം. ഇനി നമുക്ക് ആ നെല്ലിക്കയൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അല്ലെങ്കിൽ അരയാനായിട്ട് ചിലപ്പം പാട് കാണുമായിരിക്കും. മിക്സിയുടെ ജാറ് പെട്ടെന്ന് ചീത്തയായി പോവും. അതുകൊണ്ടാണ് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നത്. ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം. കണ്ടോ, ഇതിന് പകരം പച്ച നെല്ലിക്കയില്ലേ, പച്ച നെല്ലിക്ക വെച്ച് ചമ്മന്തി അരയ്ക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാം ഞാൻ മുറിച്ചെടുത്ത് വെച്ചു. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആദ്യം നെല്ലിക്ക ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആ ഇഞ്ചി ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. അതുപോലെ ആ ഉള്ളിയും ഞാനൊന്ന് ചെറിയ കഷ്ണമായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരി മുളക് എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് കൂട്ടാം കേട്ടോ. ഞാനിപ്പം കുറച്ചേ എടുത്തിട്ടുള്ളൂ, കാരണം നെല്ലിക്കയ്ക്കകത്ത് കാന്താരി എരിവൊക്കെ പിടിച്ച് കിടക്കുന്നതായതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത്. ഇനി നമുക്ക് ആ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. നെല്ലിക്കയ്ക്കകത്ത് നമ്മൾ ഉപ്പിൽ കടന്ന നെല്ലിക്ക ആയതുകൊണ്ട് ചിലപ്പോൾ ഉപ്പ് കാണും. ഈ കൊണ്ടുവന്നിട്ട് ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കല്ലിൽ അരയ്ക്കുവാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ കൊണ്ടുവന്ന് അരച്ച് ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പം നെല്ലിക്കയൊക്കെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഉപ്പിലൊക്കെ ഇട്ട നെല്ലിക്കയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എടുത്ത് ഒന്ന് അരച്ച് നോക്കണം കേട്ടോ. അരച്ച് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടല്ലോ, നല്ല ചൂട് ചോറെടുത്തിട്ട് അതിനകത്ത് ഇത്തിരി തൈരും കൂടെ ഒഴിച്ചിട്ട് ഇത്തിരി നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാറല്ല നാരങ്ങ അച്ചാറും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ.